പേഴ്സണലായിട്ട് വശ്യങ്ങൾ വേണമെങ്കിലാണ് ഈ ഞാൻ പറഞ്ഞല്ലോ തിലകങ്ങൾ, അതുപോലെ മോഹിനി മന്ത്രങ്ങൾ ഒക്കെ ചൊല്ലി വശ്യം വരും. ശരിക്കും പറഞ്ഞ ഒരു ആകർഷണ ശക്തി കൂടും. അതെ, അത്രേ ഉള്ളൂ. ജലത്തിലും ചെയ്യാം, നമുക്ക് ജലത്തിൽ വശ്യം ചെയ്യാം. നാരായണായ വിദ്മഹേ വാസുദേവായ ദേവിയെ തന്നോ വിഷ്ണു പ്രചോദയാ. അത് കുറച്ചു നേരം ജലത്തിലേക്ക് നോക്കി ജപിച്ചിട്ട് ആ വെള്ളം നമ്മൾ കുടിക്കുക. ആണ് നാരങ്ങ വശ്യം. ദേഷ്യം മാറി കിട്ടും. പിന്നെ ആലില വശ്യം ചെയ്യാം. വശ്യം അമ്മേ, ഇത് നമ്മൾ നിരന്തരം ഒരുപാട് പേരുടെ സംസാരിച്ചുള്ള സബ്ജക്റ്റാണ്. എന്നാലും ഈ സബ്ജക്റ്റ് തീരില്ല. കാരണം മുഖവശ്യം, വ്യാപാരവശ്യം, സ്ത്രീവശ്യം, പുരുഷവശ്യം, ഇങ്ങനെ ഒരുപാട് രീതിയിൽ ഒരു വശ്യത്തിന് പല ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇത് ശരിയാണോ തെറ്റാണോ? വശ്യം ഒരു പരിധിവരെ നമുക്ക് ആവശ്യമുള്ള സംഗതിയാണ്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയി, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കിട്ടണമെന്നില്ല, എല്ലാ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളുണ്ടാവും, അപ്പോൾ അവർക്ക് കിട്ടണമെന്നില്ല, അപ്പോൾ അവർ നിരാശയാവും. ചിലപ്പോൾ ആ കമ്പനിക്ക് നഷ്ടമായിരിക്കും, ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതും ഇതിനെപ്പറ്റി സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആളെ എടുത്താലും ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് വശ്യം എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ അർഹതകൾ നമുക്ക് കിട്ടിയിരിക്കും. അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല വശ്യം. വശ്യം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരാൾ വന്നിട്ട് പറയാം, ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ. അവർക്ക് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കും, ചെറിയൊരു കാര്യത്തിൽ തെറ്റും. ഇപ്പോഴത്തെ കാലം പഴയ കാലമല്ല. പഴയ കാലത്ത് തന്നെ സ്ത്രീകൾ എന്തൊക്കെ സഹിച്ചോടെ ഇരുന്നു, ഭർത്താവ് ദൈവം. ഇപ്പം അതല്ല, അപ്പോൾ ഈ പോടാന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോവും. അതാണ് കാലഘട്ടങ്ങൾ. പഴയ കാലം വ്യത്യാസമുണ്ട്, ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയും. അപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് ഇപ്പം ഭാര്യ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഈ വരുന്ന മുഴുവൻ. ഇപ്പോൾ ഒരാൾക്ക് ജോലിക്ക് വേണ്ടി പഠിച്ചു, ജോലിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആ വ്യക്തി ഭർത്താവിനോട് പറഞ്ഞില്ല ഞാൻ ഇൻ്റർവ്യൂവിന് പോവുകയാണെന്ന് പറഞ്ഞില്ല. കിട്ടിയിട്ട് പറഞ്ഞാൽ പോരെ, കുറേ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്, കിട്ടിയില്ല. അപ്പോൾ ഇത് കിട്ടുമോ എന്നറിയാണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് പോയപ്പോൾ കുട്ടിക്ക് ജോലി കിട്ടി, ഭർത്താവ് വഴക്കായി. എന്തു ചെയ്യും? അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വശ്യം ചെയ്യാമെന്ന് പറയും. ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് വശ്യമൊക്കെ ചെയ്തു. അപ്പോൾ വശ്യപൂജ ചെയ്യും. അതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്, വലിയ പറയാൻ പറ്റില്ല. അപ്പോൾ ആ വശ്യപൂജയൊക്കെ ചെയ്ത് അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവരിലേക്ക് നമ്മൾ ചില സാധനങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അതിലേക്ക് വശ്യം വരും. പിന്നെ ഇതൊന്നും അറിയാതെ നമ്മൾ പുറത്തുള്ള ആൾ ദൂരെ വിളിക്കുക, എനിക്ക് ഇങ്ങനെ പ്രശ്നമാണ്, ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, അപ്പോൾ നമുക്ക് സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ഗ്ലാസ് വെള്ളം, പ്യുവർ ഗ്ലാസ്സിൽ പ്യുവർ വാട്ടർ എടുത്തിട്ട് 1-2 തുള്ളി തേനൊഴിക്കുക, അടച്ചു വയ്ക്കുക. ഒരു 3 days കഴിയുമ്പോൾ രണ്ടുപേരും കുടിക്കുക, അപ്പോൾ തന്നെ മാറ്റം വരും. അതുണ്ട്. പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഈ വശ്യതിലകമുണ്ട്. വശ്യതിലകം ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. വശ്യതിലകം. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ബോസായിട്ട്, ഇപ്പം ലേഡീസ് ബോസിന് കണ്ടുകൂടാ, പണിയൊക്കെ ഇടിച്ചാ ആളെ കണ്ടുകൂടാ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അതിന് മന്ത്രങ്ങളുണ്ട്. മോഹിനി മന്ത്രം, ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് മാറ്റം വരും. പിന്നെ നമ്മൾ ഇലക്ഷനും കാര്യങ്ങളൊക്കെ പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യും? നമുക്ക് എല്ലാവരും വോട്ട് ചെയ്യണ്ടേ, അവിടെ പ്രത്യേക വ്യക്തിയൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് മന്ത്രമുണ്ട്. മോഹിനി സ്തംഭോ മോഹിനി സർവ്വജനം മമോശം ആകർഷ സ്വാഹ എന്ന് പറഞ്ഞ് മുഖം കഴുകുക രാവിലെ. അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ നമ്മളോടൊരു പ്രത്യേകത ഉണ്ടാവും. അത് ഇപ്പോൾ മെഡിക്കൽ ഫീൽഡ്, വക്കീലന്മാർ, പ്രൊഫഷണൽ ആൾക്കാർ എല്ലാവർക്കും അത് വേണം. കാരണം ഇന്ന പല വ്യക്തികളും പലപ്പോഴും കച്ചവടക്കാർ, ഇവർക്കൊക്കെ വശ്യം നല്ലതാണ്. അങ്ങനെ നമ്മൾ വശ്യത്തിന് ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ ഒരു സ്ഥാപനമായാലും വീടായാലും പോസിറ്റീവ് എനർജി ഉണ്ടാക്കണം. അപ്പം തന്നെ വശ്യമാണല്ലോ, നല്ലതല്ലേ? അതിന് നമ്മൾ ഈ ഗ്രാമ്പൂ, പച്ചക്കർപ്പൂരം ഇതൊക്കെ നമ്മൾ പുകയ്ക്കുകയോ പച്ചക്കറി പൊടിച്ച് വെതറുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. ആ ഒരാൾ കയറി പോസിറ്റീവ് എനർജി എടുത്ത് ദൈവം ഉണ്ടാവും, ലക്ഷ്മി ഉണ്ടാവും. അപ്പം നമ്മൾ വീടുകളിൽ ചെയ്ത് ധനം ഉണ്ടാവാനായിട്ടാണ്. ധനം ഉണ്ടാവാൻ, ധനം ഒരു വശ്യമല്ലേ? എല്ലാത്തിനും പ്രധാനമാണ് ധനം. ധനം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ ധനത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വരികയാണെങ്കിൽ അവർക്ക് വേറെ തിലകം മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് എന്തുകൊണ്ടാണ് ധനം ഉണ്ടാവാത്തത് നമ്മൾ നോക്കണം. ദശാപഹാരങ്ങളൊക്കെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ അവർക്ക് ബ്ലാക്ക് മാജിക് വല്ല ഉണ്ടാകും, അത് നോക്കാം. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും അവരോട് പറയാം, പച്ചക്കർപ്പൂരം, മഞ്ഞപ്പൊടി, കല്ലുപ്പ്, ജവാദ് പൗഡർ എന്ന സംഭവമുണ്ട്, അതൊക്കെ ഇട്ട് വെള്ളം കൊണ്ട് നമ്മൾ ഉമ്മറപ്പടി തുടയ്ക്കുക, മുൻവശം തളിക്കുക, എന്നിട്ട് അവിടെ വിളക്കത്തിക്കുക. അപ്പം തന്നെ നമുക്ക് ധനത്തിന് ധനം ഒരു കെട്ട് നോട്ടായിട്ട് ആരും വരുമൊന്നുമില്ല. പക്ഷെ നമുക്ക് ധനത്തിനുള്ള ധനാഗമ മാർഗങ്ങൾ അവിടെ തെളിഞ്ഞു വരും. അപ്പോൾ ധനം നമുക്കുണ്ടാവും. പിന്നെ ദിവസവും രാവിലെ വൈകുന്നേരത്തിൽ നിഷ്ഠയോടെ വിളക്കത്തിക്കുക. ദീപം എന്ന് പറയുമ്പോൾ അതിൽ ലക്ഷ്മിയാണ്. നമ്മൾ ആ വിളക്ക് നല്ല വിളക്ക് വൃത്തിയായി കഴുകി വൃത്തിയായിട്ട് നിലവിളക്ക് 5 തിരിയിട്ട് കത്തിക്കുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ് കാണാൻ.
അല്ലേ? ശരിയാ ശരിയാ. ഒരു കിണ്ടിയിൽ വെള്ളം വയ്ക്കുക, ഒരു ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുക, ഒരു പുഷ്പങ്ങളും അതിന് ചുറ്റും ഇടുക. അപ്പോൾ ഈ അതെന്ത് തത്വങ്ങളായി? അപ്പം പഞ്ചഭൂത തത്വമായി. അതാണ് പൃഥ്വി, അപ്പ്, വായു, ആകാശം എന്നൊക്കെ പറഞ്ഞാൽ ആ തത്വങ്ങൾ വരികയാണ്. അപ്പോൾ അതൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ അവിടെ ഐശ്വര്യമായി. അപ്പോൾ തന്നെ ലക്ഷ്മി ദേവി വന്ന്. പിന്നെ നമ്മൾ ഉമ്മറപ്പടിയൊക്കെ തുടച്ചിടുകയാണ്. എന്താ പച്ചക്കർപ്പൂരം, മഞ്ഞപ്പൊടി, വെള്ളം, ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് അത് ഉണ്ടാക്കി വെച്ചേക്കാം. ശകലോട് തെളിച്ചാലും മതി. അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ദൈവാദിനം വരിക. അതൊരു വശ്യാണത്, ലക്ഷ്മി വശ്യമാണത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ കുടുംബത്തിൽ നമ്മൾ കയറുമ്പോൾ തന്നെ അറിയാം, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് പോസിറ്റീവ് എനർജി ഇല്ലേ? അതാണ് അതിൻ്റെ കാര്യം. നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നോർത്തിലൊക്കെ പോയാൽ ഒരു ഭയങ്കരമായ മണമായിരിക്കും, നല്ല മണമായിരിക്കും, സുഗന്ധങ്ങളായിരിക്കും. അതെന്തിനാ? അത് അവിടത്തേക്ക് ദേവി വരാനായിട്ടുള്ള ലക്ഷ്മിയാണ്. പിന്നെ ഈ തമിഴന്മാർ പുങ്ക് ഒരു സാധനമൊക്കെ ഉണ്ട്, ഈ പൊട്ട് തൊടുന്നത്, ഈ തിരുപ്പതി ഭഗവാനൊക്കെ തൊടുന്ന സാധനം. അപ്പോൾ അതൊക്കെ തൊട്ട് കഴിയുമ്പോഴും ആ ദൈവത്തിന് ആ മുറിക്കൊക്കെ നല്ലൊരു വാസന ഉണ്ടാവും. അതൊക്കെ നമ്മൾ ലക്ഷ്മി വശ്യത്തിന് വേണ്ടി ചെയ്യണതാണ്. ഇനി പേഴ്സണലായിട്ട് വശ്യങ്ങൾ വേണമെങ്കിലാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞല്ലോ, തിലകങ്ങൾ, അതുപോലെ മോഹിനി മന്ത്രങ്ങൾ ഇതൊക്കെ ചൊല്ലി വശ്യം വരും. ഈ വശ്യതിലകം എന്ന് പറയുന്നത് ഈ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കൽ, ഹസ്ബൻഡും വൈഫും തമ്മിൽ അടി മാറി അവർ പൂർണ്ണമായിട്ടും ഒന്നിച്ചു നിൽക്കുന്നതിന് വേണ്ടി, പിന്നെ ഇന്റർവ്യൂസിന് പോകുന്ന സമയങ്ങളിൽ നമുക്കൊരു വശ്യം വരണം, അതെവിടെ എടുക്കണം തോന്നും ബോസിന്. അതിനൊക്കെ നല്ലതാണ്. ഈ വശ്യതിലകം എത്ര തവണ ഉരുക്കിട്ടാണ് വശ്യതിലകം ഉണ്ടാക്കുന്നത്? അത് 10,000-15,000 നേരം ഒരേ മന്ത്രം തന്നെ ജപിച്ചുണ്ടാക്കണതാണ്. അതിന് കുറേ പണിയുണ്ട് ഉണ്ടാക്കാൻ. സാധനങ്ങൾക്കും വിലയാ. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പൊടിച്ച് നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് നമ്മൾ ജപിക്കണമായിരുന്നു. ഒരു ദിവസം കൊണ്ടും തീരില്ല അത് ജപിച്ച്. അതെ. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ജപിച്ച് അത് അതിന് ശക്തി വരും. എങ്കിലേ തൊട്ടാൽ പരോട് വെറുതെ വശ്യതിലകം തൊട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് നല്ല ബുദ്ധിമുട്ടുമുണ്ട്, ചെലവും ഉണ്ട്. അപ്പോൾ ഈ വശ്യതിലകം എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വശ്യം എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾക്കും അപ്പുറം അവരുടേതായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ടെൻഡൻസി ഉണ്ടാകും. കാര്യം തെറ്റു പറഞ്ഞിട്ട് കാര്യമല്ല, എല്ലാവർക്കും എനിക്ക് അത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, സെൽഫിഷാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇത് മറ്റുള്ളവർക്ക് മോശം വരാൻ ഈ പറയുന്ന വശ്യമന്ത്രമോ വശ്യതിലകമോ ഉപയോഗിച്ചാൽ നല്ലതല്ലല്ലോ. അല്ല, അതിൻ്റെ തിരിച്ചടി കിട്ടും നമുക്ക്. നമ്മളെപ്പോഴും നല്ല കാര്യത്തിന് മാത്രമേ ഇത് ചെയ്യാവൂ. ജോലിക്ക്, നമ്മുടെ ജോലിക്കാര്യത്തിന്, ഉയർച്ചയ്ക്ക്, അതുപോലെ തന്നെ നമുക്ക് ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ നന്നാവാൻ, അതുപോലെ ഈ പെണ്ണ് കാണൽ ചടങ്ങ്, അതിന് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഉപയോഗിക്കാനേ പാടില്ല. ഉപയോഗിച്ചാൽ നമുക്ക് തിരിച്ചടി വരും. ഇതിനൊക്കെ ഇത് ശരിക്കും പറഞ്ഞ ഒരു ആകർഷണ ശക്തി കൂടും. അതെ, അത്രേ ഉള്ളൂ. ജലത്തിലും ചെയ്യാം. നമുക്ക് ജലത്തിൽ വശ്യം ചെയ്യാം. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, 2 ഗ്ലാസ് വെള്ളം എടുക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ എനർജൈസ് ചെയ്തിട്ട് മറ്റേ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ആരെയാണോ നമുക്ക് വേണ്ടത്, തൃപ്തിപ്പെടുന്നത്, അത് നെഗറ്റീവ് അല്ല, നമ്മുടെ സ്വന്തം ആൾക്കാർ. അപ്പം പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേർ പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ അവർക്കൊക്കെ ഇത് പ്രാർത്ഥിച്ചിട്ട് മന്ത്രമൊക്കെ ഉണ്ട്, മോഹിനി മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് ആ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മാറ്റം വരും എന്തായാലും. പിന്നെ അതുപോലെ മദ്യപിച്ച് വഴക്കുണ്ടാകുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം, അവർ വെള്ളം കുടിക്കില്ല, ഗ്ലാസ് പൊട്ടിച്ച് കളയും. അവരുടെ അടുത്ത് ഗ്ലാസ് വെള്ളം കൂടി ശരിയാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ നാരായണ മന്ത്രം ചെയ്യണം. നാരായണായ വിദ്മഹേ വാസുദേവായ ദേവിയെ തന്നോ വിഷ്ണു പ്രചോദയാത്. അത് കുറച്ച് നേരം ഈ ജലത്തിലേക്ക് നോക്കി ജപിച്ചിട്ട് ആ വെള്ളം നമ്മൾ കുടിക്കുക. മദ്യപിച്ച് കിടക്കുന്ന ആൾക്കാർ ചെന്നാൽ തല്ലൂലേ? കുടിച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരിലേക്കൊരു മാറ്റം വരും. അവർക്കിത് വേണ്ട എന്ന് തോന്നും. അത് നടക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ അതുപോലെ അനുസരണയില്ലാത്ത മക്കൾ, പറഞ്ഞാൽ കേൾക്കില്ല, പഠിക്കില്ല, ആ പിള്ളേർക്ക് വേണ്ടി നമുക്ക് തിരിക്കാം. ഈ വെള്ളത്തിനെ വശ്യം ചെയ്ത് കുടിക്കാം. നമ്മൾ തന്നെ കുടിച്ചാൽ മതി. അവർ കുടിക്കുമെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ കുടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ബോട്ടിൽ വെള്ളത്തിലൊക്കെ ജപിച്ച് വെച്ചേക്കാം. അപ്പോൾ അതൊക്കെ അവർ കുടിക്കുമ്പോൾ അവർക്ക് മനസ്സിന് മാറ്റങ്ങൾ വരും നല്ല രീതിയിൽ. അതിനൊക്കെ നമുക്ക് ഈ വശ്യം കൊണ്ട് ഉപയോഗിക്കാം. വശ്യം ഒരുപാട് കാര്യമുണ്ട്. ജലവശ്യം, വായുവശ്യം, വെറ്റില വശ്യം, അത് സൂപ്പറാട്ടോ. 2 വെറ്റിലെടുത്തിട്ട് പച്ചരിക്കലും കൂടി മന്ത്രമുണ്ട്. അതിന് മന്ത്രമൊക്കെ എഴുതി അതിന് നെയ്യ് തേച്ച് തെറുത്ത് കെട്ടി കൊടുക്കും. കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരോട് പറയും, നിങ്ങൾ ആർക്കാണോ വശ്യം വേണ്ടത്, ഭാര്യ ഭർത്താവാണെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഒരു കുപ്പിയിലിട്ട് വയ്ക്കാൻ പറയും, ഇത്തിരി പഞ്ചസാര ഇട്ട് വയ്ക്കാൻ പറയും. എന്നിട്ട് 41 ദിവസം കഴിയുമ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ടാവും. ഇത് പൊടിച്ച് ചായയിലോ കാപ്പിയിലോ ഒക്കെ കൊടുത്താൽ ആ ആൾക്ക് മാനസികമായി നമ്മളോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതായത് നമ്മൾ തന്നെ ചെയ്തിട്ട് നമ്മൾ തന്നെ കുപ്പിയിലിട്ട് വെച്ച് നമ്മൾ ആർക്കാണ്. അല്ല, അതിന് മന്ത്രമൊക്കെ ഉണ്ട്, സ്വന്തമായി ചെയ്യാൻ പറ്റില്ല. അതുപോലെ അറിവുള്ള ആൾക്കാരോട് ചെയ്യിക്കണം. ചെയ്തിട്ടൊരു ചില്ല് കുപ്പിയിലിട്ട് വെക്കും, അടച്ചു വെക്കും, പഞ്ചസാരയൊക്കെ ഇട്ട് അടച്ചു. 41 ദിവസം കഴിയുമ്പോഴേക്കും ഇത് പൊടിഞ്ഞിട്ട് ഒരു ഉണങ്ങിയിട്ടുണ്ടാവും.
വെറ്റിലാണല്ലോ, ദോഷമൊന്നുമില്ലോ. അതെ. എന്നിട്ട് അത് പൊടിച്ച് നിങ്ങൾ ഭക്ഷണത്തിലൊക്കെ കൊടുത്താൽ, വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ കൊടുത്താൽ ആ ആളുടെ മനസ്സിൽ തിന്മകൾ മാറും. ഇപ്പോൾ പഠിക്കാൻ മടിയുള്ള പിള്ളേരുണ്ടാവും, അവർക്ക് വേറെ കൂട്ടുകെട്ടി പോവുക, കൂട്ടുകെട്ടിലൊക്കെ പോകുമല്ലോ. അപ്പം അങ്ങനെയുള്ള പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ലതിലേക്ക് വരും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നാരങ്ങ വശമുണ്ട്. നാരങ്ങ വശം എന്ന് പറഞ്ഞാൽ നാരങ്ങയിൽ പേരെഴുതും, കാര്യം എഴുതണം. കാര്യം 2 നാരങ്ങ എഴുതും. എന്നിട്ട് വെള്ള തുണിയിൽ 2 നാരങ്ങ വെള്ള തുണി കിഴി കെട്ടും. കിഴി കെട്ടി വെച്ചേക്കുമ്പോൾ ആർക്കാണോ നമ്മുടെ ദേഷ്യം അത് ചീഞ്ഞു പോകും. അത് സത്യം കേട്ടോ. ആർക്കാണ് നമ്മുടെ ദേഷ്യമുള്ളത്? ദേഷ്യം നമ്മളിപ്പോൾ വച്ചിട്ടുണ്ടല്ലോ, നമ്മളോട് ആർക്കും ദേഷ്യമാണെങ്കിൽ ആ ദേഷ്യമുള്ള നമുക്ക് അറിയാം ഇന്ന സംഭവമാണ്. അല്ല, അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അത് പറഞ്ഞു കൊടുക്കുമല്ലോ. ഇന്ന് അതിന് മുകളിൽ അക്ഷരം എഴുതി കൊടുക്കുമല്ലോ. ഇപ്പം ഒരാള് ആതിര, ഞാനും ആതിരയാന്ന് വിചാരിക്കും. ഈ ആതിരയാണ് കേട്ടോ. അപ്പോൾ ഏന്ന് എഴുതിയിട്ടുണ്ടാവും ആതിരയുടെ. എൻ്റെ പേരിൽ ഇപ്പോഴത്തെ 6 എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അറിയാലോ എന്താണെന്ന് നമുക്ക്. അപ്പോൾ ചീഞ്ഞു പോവാണെങ്കിൽ ആതിരയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് അർത്ഥം. അപ്പോൾ വീണ്ടും വയ്ക്കും. മനസ്സിലായി? ഈ കൊണ്ടുപോകുന്ന ആൾക്കാർ തിരിച്ചു കൊണ്ടിരും. ഇന്ന് ചീഞ്ഞു വിട്ടു വിളിച്ചു പറയും. അവർ നോക്കിക്കൊണ്ടിരിക്കല്ലേ എന്താ സംഭവം എന്നറിയാൻ. അവർക്ക് പേരറിയാം. പറഞ്ഞു കൊടുക്കൂല, പേരറിയാലോ അവർക്ക്. നമ്മളോട് പറഞ്ഞു, നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ അവർ പറയും ഇന്ന അക്ഷരമുള്ളത് ഇതായിട്ടെന്ന് പറയും. അപ്പോൾ 2ാമത് കൊണ്ടൊന്ന് ചെയ്യും. 3-4 പ്രാവശ്യം കൂടി ശരിയായിക്കോളും. നാരങ്ങ വശം, ദേഷ്യം മാറി കിട്ടും. പിന്നെ ആലില വശം ചെയ്യാം. ആലില വശം, വെറ്റില വശം, നാരങ്ങ വശം, ജലവശ്യം, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ജലം, ചില സ്ത്രീ ആൾക്ക് ഫോൺ വിളിക്കുമ്പോൾ ഇഷ്ടമാണ്, ഭാര്യയെ കാണുന്നത് ദേഷ്യ, ഈ ഭർത്താവിനെ കാണുന്നത് ദേഷ്യ, എന്ത് ചെയ്യും? ഒക്കെ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ കാണുമ്പോൾ ദേഷ്യം വരും. അതെന്തോ ഈ ബ്ലാക്ക് മാജിക് വന്നിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുപ്പിയിൽ വെള്ളത്തിൽ ജപിച്ചു കൊടുക്കും. എന്നിട്ട് ഒരു നാളെ കാലത്ത് കുളി കഴിഞ്ഞിട്ട് തലയിലൊഴിക്കാൻ പറയും കുറച്ച്. അങ്ങനെ 3 ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അവർക്ക് ആ ദേഷ്യമാണ് പോകും. അതിന് മന്ത്രമൊക്കെ ഉണ്ട് പ്രത്യേകമായിട്ട്. അപ്പോൾ എന്തായാലും നല്ല കാര്യം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വശ്യം ഉപയോഗിക്കട്ടെ. അതായത് മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് തിരിച്ചടി 100% ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വശ്യതിലകം എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. അതും 41 ദിവസം ജപം ചെയ്ത് ഇത്രയും ഇൻഗ്രീഡിയൻസ് വളരെ രീതിയിൽ ജപത്തോടുകൂടി ജപിച്ചിരുന്ന് പൊടിച്ചെടുക്കുന്ന വശ്യതിലകമാണ്. അപ്പോൾ അതിനും അതിൻ്റേതായിട്ടുള്ള പവറുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മുടെ തന്ത്രശാസ്ത്രം അനുസരിച്ചിട്ട് വളരെ പ്രാഗൽഭ്യമുള്ളൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിന് 100% നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക. നന്ദി, നമസ്കാരം. ഈ വശ്യതിലകം ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? എൻ്റെ അമ്മുമ്മയുടെ അച്ഛൻ കൊട്ടാരം ജോത്സ്യനായിരുന്നു, ഇവിടെ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ. അദ്ദേഹത്തിന് താളിയോല നോക്കി പഠിച്ചതാണ്. അടിപ്പാരം പഠിപ്പിച്ചതൊന്നുമല്ല കേട്ടോ. അതായത് ഇപ്പോൾ ഒരിടത്തും ഇല്ല, ഒരിടത്തും കേൾക്കുന്നില്ല. അത് മുത്തശ്ശൻ പഠിപ്പിച്ചതെന്താ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ താളിയോല കണ്ടിട്ടുണ്ട്. അതിലാണ് കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞതൊക്കെ, കുറേ കാര്യങ്ങളെ കാര്യം. എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത്. അതെ, ദൈവാധീനം. ദൈവാധീനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവജ്ഞൻ, ഒരു ജ്യോതിഷി എന്ന നിലയിൽ പഠിക്കുകയും അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തപ്പോൾ ഇത് നമ്മളിലേക്ക് വന്നു ചേർന്നത് വലിയൊരു മഹാഭാഗ്യം. അത് പൂർവ്വജന്മത്തിൽ അമ്മ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ്. ജ്യോതിഷി എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം നമുക്കുണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു അഭൗമമായ ശക്തികൾ, ദൈവഭാഗ്യം. എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. വശ്യം നല്ലതിന് മാത്രം ഉപയോഗിക്കട്ടെ. നന്ദി, നമസ്കാരം.